അതിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇതുവരെയും കണ്ടിട്ടില്ലാത്ത പല സംഭവ വികാസങ്ങൾക്കായിരുന്നു സമീപകാലം സാക്ഷ്യം വഹിച്ചത്. തുടർഭരണമുണ്ടാകുമെന്ന് ആരും കരുതാത്ത ഒരിടത്ത് അതുപോലും സംഭവിച്ചു. പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി തുടർച്ചയായ രണ്ടാം ഇടതുഭരണത്തിലും തുടരുന്നത് ചരിത്ര സംഭവം തന്നെയാണ്. ആ ചരിത്രത്തിന്റെ തനി ആവർത്തനമാണ് CPM ലക്ഷ്യം വെക്കുന്നത്. മൂന്നാം പിണറായി സർക്കാരിനെ അധികാരത്തിലെത്തിക്കാൻ അരയും തലയും മുറുക്കി തയ്യാറെടുക്കുന്ന CPM-ന് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അങ്ങേയറ്റം നിർണായകമാണ്. ഇത് സംബന്ധിച്ച് കൃത്യമായ നിർദ്ദേശം ജില്ലാ, ഏരിയ, ലോക്കൽ നേതൃത്വങ്ങൾക്ക് പാർട്ടി സംസ്ഥാന നേതൃത്വം നിർദ്ദേശം നൽകി കഴിഞ്ഞു. സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഇനി മുതൽ ചേരുന്ന വിവിധ തലങ്ങളിലുള്ള കമ്മിറ്റികളിൽ ഇത് സംബന്ധിച്ച കാര്യങ്ങൾ ചർച്ചയാകും. നിലവിൽ ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ ഭരണം നിലനിർത്തുന്നതിന്റെ ഭാഗമായി പ്രത്യേക ക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിക്കാനും ആലോചനയുണ്ട്. അതോടൊപ്പം പഞ്ചായത്ത് തലത്തിൽ BJP-യുമായി ചില നീക്കുപോക്കുകൾ നടത്തണമെന്ന അഭിപ്രായവും CPM-നുണ്ട്. ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വോട്ടുകൾ LDF-ലേക്ക് വഴിമാറ്റണമെന്ന തരത്തിലുള്ള നീക്കങ്ങളും സജീവമാണ്. കോൺഗ്രസ്, UDF ഘടകകക്ഷികൾ വിജയിക്കാനിടയുള്ള സ്ഥലങ്ങളിൽ രണ്ടാം സ്ഥാനത്തുള്ള കക്ഷിക്ക് വോട്ട് ചെയ്യാമെന്ന തരത്തിലാണ് പഞ്ചായത്ത് തലത്തിൽ CPM-BJP ഡീലുണ്ടാക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ BJP നേട്ടമുണ്ടാക്കിയാലും വിദൂരത്തിൽ അത് തങ്ങൾക്ക് നേട്ടമാകുമെന്ന കണക്കുകൂട്ടലാണ് CPM-നുള്ളത്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വിജയം ഏറെ മുഖ്യമായതിനാൽ അവിടെ കൂടുതൽ ജില്ലാ പഞ്ചായത്തുകളടക്കം കൈപ്പിടിയിലാക്കാനാണ് CPM നീക്കം. മുന്നണിക്കുള്ളിൽ ഭൂരിപക്ഷം ഘടകകക്ഷികൾക്കും CPM-ന്റെ പല തീരുമാനങ്ങളോടും എതിർപ്പുണ്ട്. പക്ഷേ അവരാരും നിലനിൽപ്പ് ഭയന്ന് ഒന്നും പുറത്തു പറയാതെ നിലനിർത്തിക്കൊണ്ടു പോവുകയാണ്. CPI, RJD കക്ഷികൾ അത് പരസ്യമായി പ്രകടിപ്പിച്ചിരുന്നു. ഇത്തരം എതിർപ്പുകൾ തീർക്കാൻ ഉഭയകക്ഷി ചർച്ചകൾ നടത്താനും CPM ഒരുക്കമാണ്. അങ്ങനെയുള്ള എതിർപ്പുകൾ ചർച്ചയിലൂടെ തീരുന്നില്ലെങ്കിൽ അവ അവഗണിച്ച് മുന്നോട്ടു പോകാനാണ് പാർട്ടിയുടെ തീരുമാനം. കാരണം ഇന്നത്തെ അവസ്ഥയിൽ CPI ഉൾപ്പെടെ ഒരു ഘടകകക്ഷികളും CPM-ന് പ്രാധാന്യമുള്ളതല്ല. ഏറെക്കുറെ CPI ഉൾപ്പെടെ എല്ലാവരും ശക്തി പൂർണ്ണമായും ക്ഷയിച്ചെന്ന് വേണം പറയുവാൻ. അധികാരം ലക്ഷ്യം വെച്ച് ഇടതുമുന്നണിയിൽ പോയ മാണി കോൺഗ്രസിന്റെ അവസ്ഥ പോലും അങ്ങേയറ്റം പരിതാപകരമാണ്. KM മാണിയുടെ പാരമ്പര്യം പറഞ്ഞുകൊണ്ട് എല്ലാ കാലത്തും മധ്യ കേരളത്തിൽ ഇടതു വലതു മുന്നണികളെ നിയന്ത്രിച്ച് അധികാരത്തിന്റെ കരുത്തിൽ തുടരാമെന്ന് കരുതിയ ജോസ് കെ മാണിക്ക് ഇന്ന് കാര്യങ്ങൾ അത്ര എളുപ്പമാകുന്നില്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോമസ് ചാഴികാടന്റെ പരാജയം കൂടിയായപ്പോൾ മാണി കോൺഗ്രസിന്റെ കാര്യം ഏറെക്കുറെ തീരുമാനമായ മട്ടാണ്. NCPS-ന്റെ അവസ്ഥയും ഏറെക്കുറെ പരിതാപകരം തന്നെയാണ്. ശശീന്ദ്രനും തോമസ് കെ തോമസും ഒന്നും അടുത്ത തവണ സീറ്റ് പോലും കിട്ടുമെന്ന് തോന്നുന്നില്ല. പക്ഷെ ഈ ഘടകകക്ഷികളെല്ലാം തന്നെ ചില പഞ്ചായത്തുകളിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ പിണങ്ങിയാൽ അത് തങ്ങൾക്ക് ദോഷമാകുമോ എന്ന ചിന്തയും CPM നേതൃത്വത്തിനുണ്ട്. അപ്പോഴും ഘടകകക്ഷികൾ നേതൃത്വം നൽകുന്ന പഞ്ചായത്തുകളിൽ ആ കാരണം കൊണ്ട് തന്നെ CPM-ന്റെ ശക്തി ഇല്ലാതാകുന്നുവെന്നും ഒരു തവണ ഭരണം പോയാലും പതിയെ പാർട്ടി ഉണ്ടാകുമെന്നും അഭിപ്രായം പറയുന്നവരുമുണ്ട്. എന്തായാലും തദ്ദേശ പോരാട്ടം CPM-നെ സംബന്ധിച്ച് അങ്ങേയറ്റം ജീവൻ മരണ പോരാട്ടമാണ്. ഈ പോരാട്ടത്തിൽ ഏത് വിധേനയും അന്തിമ വിജയം നേടേണ്ടത് വളരെയധികം അനിവാര്യതയുമാണ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിലെ വിജയവും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ വിജയവും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ സ്വാഭാവികമായും സ്വാധീനിക്കും. ഇതിൽ നിലമ്പൂരിലെ വിജയം ഇടതുമുന്നണി അത്ര കണ്ട് ഒട്ടും ഉറപ്പിക്കുന്നില്ല. അൻവർ കൂടി UDF-നൊപ്പം ഉറച്ചു നിന്നാൽ നിലമ്പൂരിൽ കോൺഗ്രസ് വിജയിക്കുമെന്ന് CPM-ന് നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം വരുന്ന സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ തന്നെയാണ് CPM-ന്റെ കണ്ണ്. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയമായിരുന്നു ഇടതുപക്ഷത്തിനുണ്ടായിരുന്നത്. ഭൂരിഭാഗം പഞ്ചായത്തുകളും ബ്ലോക്ക് പഞ്ചായത്തുകളും നഗരസഭകളും എല്ലാം നയിക്കുന്നത് CPM തന്നെയാണ്. കോൺഗ്രസിന്റെ കോട്ടയായ കൊച്ചി നഗരസഭ പോലും ഇടതു തരംഗത്തിൽ കടപുഴകി. ഇതിനെല്ലാം പുറമെ തിരുവനന്തപുരം നഗരസഭ CPM-ന് മുന്നിൽ പ്രതിസന്ധിയായി നിലനിൽക്കുന്നുണ്ട്. അടുത്ത തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം BJP നേടുമെന്ന രാഷ്ട്രീയ നിരീക്ഷകർ പോലും ചൂണ്ടിക്കാട്ടുന്ന സാഹചര്യത്തിലാണ് CPM തിരുവനന്തപുരത്തെ ഓർത്ത് വിയർക്കുന്നത്. തലസ്ഥാന നഗരിയെങ്ങാനും കൈവിട്ടുപോയാൽ CPM അനുഭവിക്കേണ്ടി വരുന്ന പരിഹാസങ്ങൾ ചെറുതൊന്നുമാകില്ല. നിലവിലെ മേയർ ആര്യ രാജേന്ദ്രനെതിരെ പാർട്ടിക്കുള്ളിൽ തന്നെ പടയുണ്ട്. ഈ സാഹചര്യത്തിൽ പരമാവധി ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കി BJP അധികാരത്തിൽ എത്തിക്കാതെ ശ്രമിക്കലാണ് പാർട്ടി ഇപ്പോൾ ചെയ്യുന്നത്. ഏതായാലും തദ്ദേശ പോരാട്ടത്തിൽ പരമാവധി ചെറുപ്പക്കാരെ അണിനിരത്തിയുള്ള പ്രവർത്തനങ്ങൾക്കാണ് CPM നേതൃത്വം നൽകുന്നത്.